UDFന്റെ ഉച്ചക്കടയിലെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തകർത്തു. വ്യാപക നാശനഷ്ടം. കോവളം നിയോജക മണ്ഡലത്തിലെ ഉച്ചക്കടയിൽ പ്രവർത്തിക്കുന്ന M. വിൻസെന്റ് MLAയുടെ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത നിലയിൽ. ഇന്ന് രാവിലെ 7:45 സംഭവം നടന്നത്. ഓഫീസിന് മുന്നിലെ ഫ്ലക്സ് ബോർഡുകൾ, കവാടം, ലൈറ്റുകൾ എന്നിവയ്ക്ക് പുറമെ അകത്തുണ്ടായിരുന്ന കമ്പ്യൂട്ടറും പ്രിന്ററും അക്രമി സംഘം തല്ലി തകർത്തു. അക്രമത്തിൽ ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഓഫീസിന് സമീപം പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ബാലരാമപുരം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്ന് രാവിലെ 7:45 മണിയോടുകൂടിയാണ് ഒരാളുടെ ടെലിഫോൺ കോൾ വഴിയാണ് ഞങ്ങൾ അറിഞ്ഞത് ഞങ്ങൾ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസ് തകർത്തിരിക്കുന്ന വിവരം. ഇവിടെ നോക്കുമ്പോൾ ഞങ്ങളുടെ പ്രചരണ ബോർഡുകൾ, ഓഫീസിലെ കമാനങ്ങൾ, പ്രചരണ വാഹനം, അതുപോലെ ഓഫീസിലെ ലൈറ്റുകൾ, ഓഫീസിലെ കമ്പ്യൂട്ടർ, പ്രിൻ്റർ അടക്കമുള്ള എല്ലാ സാധന സാമഗ്രികളും തകർത്ത നിലയിലാണ് കാണുവാൻ സാധിച്ചത്. ഏകദേശം 2.5 ലക്ഷം രൂപയുടെ നാശനഷ്ടങ്ങൾ ഈ ഇലക്ഷൻ കമ്മിറ്റി ഓഫീസും ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രചരണ വാഹനം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ട്. ഇത് ഇവിടെ രാത്രി എല്ലാ ദിവസവും ഒരു സെക്യൂരിറ്റി ഉള്ളതാണ്. ഞങ്ങൾ തന്നെ ഓഫീസിൽ പോയപ്പോൾ ഏകദേശം ഇന്ന് രാത്രി 12 മണിയോളമായിരുന്നു. ഞങ്ങളെ ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ഓഫീസ് സെക്രട്ടറി അടക്കമുള്ള നേതാക്കൾ ഇന്ന് രാത്രി 12 മണി വരെ ഈ ഓഫീസിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് വീടുകളിലേക്ക് പോയത്. സെക്യൂരിറ്റി ഞങ്ങൾ പോകുമ്പോൾ സെക്യൂരിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. അയാൾ ടോയ്ലറ്റിൽ പോയ ആ സമയത്താണ് ഇത് നടന്നതെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുവരെ അയാൾ പോകുന്നവരെ ഒന്നും സംഭവിച്ചിട്ടില്ല. അയാൾ തിരികെ പോയി ഒരു 15-20 മിനിറ്റ് ആയതിനു ശേഷമാണ് ഇവിടെ ഇങ്ങനെ ഈ ഓഫീസ് തകർത്ത നിലയിലായിരിക്കുന്നു എന്നുള്ള അറിവ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഇത് സംബന്ധിച്ച് പോലീസിന് പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസ് വന്നിട്ടുണ്ട്. പോലീസ് അന്വേഷിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഒരു രാഷ്ട്രീയ പാർട്ടികളുടെയും ഞങ്ങൾ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല. ഈ തെരഞ്ഞെടുപ്പ് നടത്താൻ 3 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് ആരോപണ പ്രത്യാരോപണം നടത്തി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. പോലീസാണ് അന്വേഷിച്ച് ഉചിത നടപടി സ്വീകരിക്കേണ്ടത്. പ്രതിയെ വിഴിഞ്ഞം പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരുന്നു. രാഷ്ട്രീയമായ പ്രകോപനമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ അക്രമത്തിന് പിന്നിലെന്ന് പോലീസ് പരിശോധിച്ചു വരികയാണ്. GTV ന്യൂസ്, ബാലരാമപുരം.